നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലാബ് ടാറോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നോക്കാം. ഓക്കെ, അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അവരുടെ മനസ്സിലെന്താ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്. ഓക്കെ, ജസ്റ്റ് ഒരു നമ്മൾ പറയില്ലേ, അവരുടെ മനസ്സൊന്നറിയാൻ ഉള്ള ശ്രമം, അവരുടെ ഫീലിങ്സ് ആൻഡ് അവർ ഈ ബന്ധത്തിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ടാരോ ക്ലാസ്സിനും വേണ്ടവർ പറയൂ. ഓക്കെ, സോ സൺ വന്നിട്ടുണ്ട് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്. വെരി ഗുഡ്. 9 ഓഫ് പെൻറ്റിക്കിൾസ്, ഡെവിൾ എനർജി, നൈറ്റ് ഫോൺസ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലേശം സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് മൂവ്മെൻ്റ് ഒന്നും എനിക്ക് കാണുന്നില്ല. അവരുടെ ഭാഗത്തുനിന്നൊരു മുന്നോട്ട് വരുന്ന രീതിക്ക് എനിക്ക് കാണാനില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ട് എന്നുള്ള രീതിക്കാണ് കാണുന്നത്. ഒന്ന്, യെസ്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. ഇത് എന്താ പറയുക, അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന പോലെയാണ്. അവർക്കിപ്പോൾ ഒരു നമ്മൾ പറയില്ലേ, വെളിച്ചം വന്ന പോലെ, എവിടെയോ ലൈക്ക് അവർക്കൊരു തിരിച്ചറിവ് വന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുന്ന പോലെ. അതിപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, മേ ബി. ഓക്കെ, സെപ്പറേഷൻ എനർജി അല്ലെങ്കിൽ യെസ് ഒരു മിസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. പേഴ്സൺ ഒരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് അവർ തനിച്ചായി എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. മിസ്സിങ് എനർജി എനിക്ക് കാണുന്നുണ്ട്. സോ യെസ്, ഞാൻ പറഞ്ഞ പോലെ അവർക്ക് നിങ്ങളോട് പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർക്ക് ഒരുപാട് നിങ്ങളോട് അട്രാക്ഷൻ, പാഷൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാങ് മാൻ കാണുന്നുണ്ട്, പക്ഷെ അവർ ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അവരെ എനർജി ലൈക്ക് ഇപ്പോൾ അവനവനിലേക്ക് കൊടുക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തയിലുണ്ട്, പക്ഷെ നിങ്ങളുടെ അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്ന രീതിക്ക്. സോ അങ്ങനെ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് മേ ബി ഒരു ആക്ഷൻ എടുക്കാൻ ചിന്തയിലുണ്ട്. തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കറക്റ്റായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന പോലെയും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി തുറന്ന് പറയലായിരിക്കാം, ഒരു സ്റ്റാൻഡ് എടുക്കുന്ന രീതിക്കായിരിക്കും, ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്ന പോലെ. അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഡെവിൾ ഉണ്ട്. സോ ഇത് ഒന്നുമില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആരെങ്കിലും, അതായത് വേറെ ആരെങ്കിലും ഒരു തടസ്സം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് അവരുടെ തന്നെ മനസ്സിലുള്ള പേടികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ എന്തോ അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ പേടികളായിരിക്കാം കുറേയൊക്കെ. ഓക്കെ, കുറേയൊക്കെ അവരുടെ മനസ്സിൽ പേടി ചെയ്തിട്ട് എന്തെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉള്ള തടസ്സങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം, പേടികളെക്കുറിച്ച് ഓർത്തിട്ട്. പിന്നെ ഇവിടെ അവരുടെ തന്നെ ചില മേ ബി നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ അവർക്ക് മാറ്റാനുള്ള പേടി കൊണ്ടായിരിക്കാം. സോ എന്തോ ഉണ്ട് ഇവിടെ, അവരെ തടയുന്നുണ്ട്, ചില കാര്യങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. വേറൊരു തേർഡ് പാർട്ടിയും ആവാം. ഓക്കെ, സോ തേർഡ് പാർട്ടി ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്ന രീതിക്കായിരിക്കാം. തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ എന്തെങ്കിലും എന്താ പറയുക, ഇത് വേണ്ട എന്ന രീതിക്ക് വലത് ഇട്ട് കൊടുക്കുന്നതായിരിക്കാം. ഇവിടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്, വേറൊരു പേഴ്സൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും, തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. അത് പല പല സിറ്റുവേഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവാം, ഫാമിലിയിൽ ആരെങ്കിലും തടസ്സങ്ങളായിരിക്കാം, ഈവൻ മാരീഡ് ആണെങ്കിൽ അങ്ങനെയായിരിക്കാം. സോ എന്തോ തടയുന്നുണ്ട് എന്ന രീതിയിലാണ്. ബട്ട് അവർക്ക് വേണമെന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ. ആൻഡ് ഇവിടെ പക്ഷേ അഗൈൻ ഒരു ആക്ഷൻ എടുക്കുന്ന ലെവലിലേക്ക് വരുന്നില്ല. ഓക്കെ, മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗും ഉണ്ട്. അവർക്ക് ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുന്ന പോലെയാണ്. ബട്ട് ഇപ്പോൾ അവർ തൽക്കാലം മേ ബി അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നതുമാവാം. കാരണം ഹാങ്മാനും പറയുമ്പോൾ സ്റ്റക്ക് നമുക്ക് എടുക്കാം. സോ അവരുടേതായ ഒരു ചില കാര്യങ്ങളിൽ അവർ പെട്ട് നിൽക്കുന്ന പോലെയോ ആയിരിക്കും. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇവിടെ പേഴ്സൺ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ച് കുറേ മനസ്സിലാക്കാൻ ഒരു ശ്രമം ആ ഒരു സമയത്തിൻ്റെ എനർജിയും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആക്ഷനായിട്ട് വരാത്തത്. സോ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ അവരെവിടെയോ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് മിസ്സിങ് എനർജി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് കാണുന്നുണ്ട്, ഒരു നഷ്ടബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ഇമോഷണൽ ലോസ് ആയിരിക്കാം, എല്ലാ തരത്തിലും ഒരു ലോസ് ഫീലിംഗ് ഉണ്ട് ഇവിടെ അവർക്ക്. നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം, നഷ്ടപ്പെട്ടു എന്നൊരു ടെൻഷനായിരിക്കാം. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കാണുന്നത്. അവർക്ക് ആക്ഷൻ എടുക്കണം, ആക്ഷൻ വരാൻ സാധ്യതയുണ്ട്.
ബട്ട് എവിടെയോ പക്ഷെ ആ ഒരു ആക്ഷനൊരു അതിൽ ആ ഒരു നമ്മൾ പറയില്ല ഒരു മെസ്സേജ് അയക്കുന്നതിൽ തടസ്സം അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വരുന്നതിൽ എന്തോ തടയുന്നുണ്ട് എന്നാണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റിയുടെ കാര്യം, മേ ബി അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് പറയണം. എനിക്ക് അങ്ങനെ എന്തോ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പോലെ, ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുന്ന പോലെ കാണുന്നുണ്ട്. സണ്ണും ഐസ് ഓഫ് സോർട്സും പറയുന്നത് നമ്മളൊരു ട്രൂത്താണ്, ഒരു ക്ലാരിറ്റി എന്നുള്ള രീതിയിലാണ്. സോ അതായത് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മനസ്സിൽ കിടക്കുന്നത് നിങ്ങളോട് തുറന്ന് പറഞ്ഞ് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കാം. ബട്ട് എവിടെയോ മടിക്കുന്നുണ്ട് പറയാം. പേജ് ഓഫ് സോർട്സ്, യെസ്. ഓക്കെ, Eight of Wands, Seven of Swords, Moon card, and one last card please. Okay, Three of Pentacles, fine. So ഇവിടെ നിങ്ങൾ പോയ പോലെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് വിട്ടുപോയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. എന്തായാലും ഐ തിങ്ക് ഒരു ചെറിയൊരു വിട്ടുമാറലിൻ്റെ എനർജി ഉണ്ട് ഇവിടെ എനിക്ക്. ഓക്കെ, മേ ബി നിങ്ങളെ തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾ മാറിയതായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ മാറിയതാണെങ്കിലും ശരി, ഇപ്പം നിങ്ങൾ പക്ഷെ അവരെ ചേസ് ചെയ്യാൻ പോവാത്ത ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഐ തിങ്ക് നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല. നിങ്ങളത് അവർ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന രീതിക്ക് ചിന്തിച്ച് നിങ്ങൾ മാറി നിൽക്കുന്ന പോലെയാണ്. അവരായിട്ട് വോക്കവേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ആയിട്ടും ഒന്ന് മാറി നിൽക്കുന്ന ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്. പേജ് ഓഫ് സോർട്സ് കാണുന്നുണ്ട്. സോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ നിങ്ങൾ മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഡൗട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പലതരത്തിലും സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിൽ എനർജി വളരെ ഹൈ ആണ്. സോ കാരണം അവർക്കൊരു ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ വേറെ ആരെങ്കിലും വരുമോ, നിങ്ങൾ വേറെ എന്തെങ്കിലും മൂവ് ഓൺ ചെയ്യുമോ, നിങ്ങൾ അവരെ വിട്ട് പോയിട്ടുണ്ട് വിട്ട് വേറെ എന്തെങ്കിലും ലൈഫിലേക്ക് പോവോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. സോ അതുകൊണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്ന പോലെയുണ്ട്. ഇവിടെ Eight of Wands, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നതും ആവാം. എനിക്ക് ആരോടെങ്കിലുമൊക്കെ അന്വേഷിച്ച് നിങ്ങളെ വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട് എനിക്ക് മുന്നോട്ട് വരണം. കമ്മ്യൂണിക്കേഷൻ വീണ്ടും ഉണ്ട് എനർജി, പക്ഷേ Seven of Swords തൊട്ടടുത്ത് വന്നു. അവോയ്ഡിങ് കാണുന്നുണ്ട്, അതായത് നിങ്ങളോട് മേ ബി സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എനിക്ക് ഫീൽ ചെയ്തത് എന്താ അറിയാമോ, പെട്ടെന്ന് പലപ്പോഴും ഫോണെടുത്തിട്ട് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്ത് മാറിപ്പോകുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒന്ന് മാറി നിൽക്കുന്ന പോലെയാണ്, അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവർ കൺഫ്രണ്ടേഷൻ അവോയ്ഡ് ചെയ്യണം, അതായത് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. സോ എവിടെയോ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എനർജി ഉണ്ട്. മൂണുണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇമോഷണലി വളരെയധികം അവർ അറ്റാച്ച്ഡ് ആണ് നിങ്ങളോട്. ഓക്കെ, ആക്ച്വലി രാത്രി നേരങ്ങളിൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന കാര്യം ഇവിടെയും പറയാം. അവരും ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എനർജി ഉണ്ട്. Three of Pentacles ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹമുണ്ട് അവർക്ക്. ഓക്കെ, വരണം, നിങ്ങൾ തമ്മിൽ സംസാരിക്കണം, റിപ്പയർ ചെയ്യണം, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ മേ ബി ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുന്ന രീതിക്കായിരിക്കാം, ആരെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ വരാൻ ശ്രമിക്കാം അവർ, അങ്ങനെ ആവാം. അവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവർ തോന്നുന്നത് കുറച്ചൊന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പോലെയാണ്. സോ അഗൈൻ ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഹോപ്പ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് അവരുടെ മനസ്സിലെവിടെയോ. നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരും, അല്ലെങ്കിൽ ഹീലിംഗ് വരും എന്ന രീതിക്ക് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ കോൺഫിഡൻറ്റ് ലെവലിൽ നിൽക്കാം. ഓക്കെ, നിങ്ങളുടെ പവറിൽ നിങ്ങൾ നിൽക്കുക. ലേഡീസ് മാത്രമല്ല കേട്ടോ, ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കൊടുക്കുക. പേഴ്സൺ വരുമ്പോൾ വരട്ടെ. ഓക്കെ, അവരെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് അതൊന്നും അവർ തന്നെ മാറ്റിയെടുക്കട്ടെ. നിങ്ങളായിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും വേണ്ട, അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഇതിവിടെ Seven of Swords ഒരു അവോയ്ഡിങ് ആണ് മെയിനായിട്ട്, ചില കാര്യങ്ങൾ ഹൈഡിങ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇവിടെ അഗൈൻ മൂന്നും ഒരു ഹിഡൻ സീക്രട്സ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ഒരു ഇത് വരുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ അവർ മറക്കുന്നുമുണ്ട് നിങ്ങളോട്. ഓക്കെ, ഒരു ക്ലാരിറ്റിയോടെ വരട്ടെ. ഓക്കെ, ക്ലാരിറ്റിയോടെ അവർ നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ളത് അവരായിട്ട് തന്നെ ഒന്ന് വ്യക്തമാക്കി മുന്നോട്ട് വരട്ടെ. ഓക്കെ, ഇപ്പം ഫീലിങ്സിലുണ്ട്, നമുക്കത് മാത്രം. ഓക്കെ, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ എവിടെയോ റൊമാൻറ്റിക് ആക്ച്വലി ഹോപ്പ്, ഞാൻ നേരത്തെ സ്റ്റാർ കാർഡ് പറഞ്ഞു, ഹോപ്പ് ഉണ്ട് അവർക്കും വിത്ത് ടൈം ഇത് ശരിയാക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ അവർക്കും ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ന്യൂ ചാപ്റ്റർ, ഐ എം ട്രൈങ് ടു മൂവ് ഓൺ എന്നാണ്. അത് വേണ്ട, അങ്ങനെ കണക്കാക്കണ്ട, ഇറ്റ്സ് ഓക്കെ, അതെല്ലാവർക്കും അല്ല. മിസ്റ്റേക്സ്, ഓക്കെ, ഐ വിഷ് ഓക്കെ പറയാം. ഈഗോ റിവീൽ, ഡിസഗ്രിമെൻറ്റ്സ്, ഹോൾഡിംഗ് ബാക്ക്, conversation, yes, indecisive,
ഇത് തന്നെയാണ്. ഓക്കെ, ഇവിടെ അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. അവർ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരണോ വേണ്ടേ എന്നവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. അതായത് അവർക്ക് അറിയാം എന്നിട്ട് അവരൊരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് സ്റ്റക്കായി നിൽക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു നിങ്ങൾക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം. ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. ഓക്കെ, ഹോപ്പ് യെസ്, തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ തമ്മിലുള്ളത്. ആളുടെ മനസ്സിൽ, പേഴ്സൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്. അതായിട്ടില്ല, എല്ലാം ശരിയാക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ന്യൂ ചാപ്റ്റർ എനിക്കിവിടെ നമ്മൾ എടുത്ത കാർഡ്സ് വെച്ചിട്ട് അവർ മൂവ് ഓൺ ചെയ്യുന്ന രീതിക്കല്ല. കുറച്ച് പേര് മേ ബി നിങ്ങളായിരിക്കാം മൂവ് ഓൺ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അവരായിരിക്കാം ഓക്കെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ വരില്ല. കുറച്ച് പേർക്ക് നിങ്ങളുമായിട്ട് ഇവിടെ മോസ്റ്റ്ലി എനിക്ക് വന്നത് റിയൂണിയൻ ആണ്. ആൾക്ക് തിരിച്ച് വരണം എന്ന രീതിയിലുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ബട്ട് മിസ്റ്റേക്സ് കാണുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ് എന്ന് പറയാം. അതായത് ഞാൻ ചെയ്ത മിസ്റ്റേക്സ്, തെറ്റുകൾ എനിക്ക് തിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ കുറ്റബോധവും ഉണ്ട്. ആൻഡ് ഇവിടെ ഈഗോ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ഈഗോ ഇടയിൽ വന്നു, ഞാൻ ഈഗോ വെച്ചിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്ത്, അത് തെറ്റായി പോയി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈഗോ ഇല്ലാതെ നമ്മൾ സംസാരിക്കണം അല്ലേ, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഈഗോ വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങളോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ച് കാണാം. ബട്ട് അവർ എന്തായാലും അവരൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് അവർക്കറിയാം. ആൻഡ് ഈഗോ വെച്ച് കുറച്ച് മാറി നിൽക്കുന്ന രീതിക്കും എടുക്കാം. നിങ്ങളുടെ മുമ്പിൽ വന്ന് താഴ്ന്നു തരാനുള്ള ഒരു മടി അല്ലേ. റിവീൽ എക്സ്ചേഞ്ച് എന്ന ഫസ്റ്റ് പറഞ്ഞ കാർഡ് അതാണ്. എന്തോ അവർക്ക് നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയണം എന്നുണ്ട്. അതിപ്പോൾ അവരുടെ ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡിസഗ്രിമെൻ്റ് ഉണ്ട്, നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് തുറന്ന് സംസാരിച്ച് റിവീൽ ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. സോ കുറച്ച് പേർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ടാവും. ഓക്കെ, മൂണിയ നേരത്തെ പറഞ്ഞ എന്തോ ഒരു മറയുണ്ട് ഇവിടെ, ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. സോ അത് നിങ്ങളോട് തുറന്നു പറയാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അവരുടെ ഫീലിങ്സും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് അവരുടെ ഫീലിങ്സ് എനിക്ക് വേണം എന്ന രീതിക്കായിരിക്കാം. ഇവിടെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുള്ളത് അവർ പറയുന്നത് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. അവർക്കും എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നവർ പറയുന്നത്. സോ അത് തുറന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ. ഓക്കെ, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് സോറി, ഇത് ഞാൻ വായിച്ചിട്ടല്ല കേട്ടോ, ഞാൻ ഹോൾഡിംഗ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ. അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ തുറന്ന് പറഞ്ഞാലല്ലേ, അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളോട്. അവർ ഈഗോ വെച്ചിട്ട് അല്ലെങ്കിൽ മറച്ചു പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവാം. ഓക്കെ, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലേ. സോ ഇവിടെ യെസ്, ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഞാനൊന്ന് അറ്റ്ലീസ്റ്റ് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളെ വോയിസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഴയ പോലെ വീണ്ടും വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് യെസ്, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് വരാനുണ്ട്, അതിൻ്റെ ക്ലാരിറ്റി വരാനുണ്ട്. അത് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വരട്ടെ. ഓക്കെ, നിങ്ങളിപ്പോൾ അതിനെ ചേസ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്, അവർ വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.